വെൽക്കം ടു സാപ്പിയൻസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡെയിലി റീസണിങ് ക്യൂ സെറ്റ് 3യുടെ സൊല്യൂഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ 5, 12, -96, 285, 852 ഇങ്ങനെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത് നോക്കാം. 5, 12 എന്നാണല്ലോ. അപ്പം നമുക്ക് നോക്കുമ്പോൾ 5 × 3 -2 ആണെന്ത് 12 എന്ന് പറയുന്നത്. അതുപോലെ 12 × 3 -2 എടുത്താൽ എത്ര വരും? 12 × 3 -3 എടുത്തു കഴിഞ്ഞാൽ 33 വരും. അതുപോലെ പിന്നീട് കിടക്കുന്നത് എന്താണ്? 96 × 3 -3 എടുത്തു കഴിഞ്ഞാൽ 96 × 3 -3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 285 കിട്ടും. അതുപോലെ 285 × 3 -3 ചെയ്ത് കഴിഞ്ഞാൽ 852 കിട്ടും. അപ്പൊ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. × 3 -3 × 3 -3. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 3, 16, 5, 13, 8 അങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഡബിൾ സീരീസ് ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. 3, 5, 9, 5 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താണ് ഇവിടെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ 3, 5 അത് കഴിഞ്ഞ് നമുക്കിവിടെ 13 ഉണ്ട്. 13 കഴിഞ്ഞ് ഇവിടെ ഒരു 9 ഉണ്ട്. 9 വിട്ടുപോയതാണ്. അപ്പം എന്താണ് 3, 16, 5, 13 ഈ ഒരു രീതിയിലാണ് ഈ പാറ്റേൺ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 3 + 2 ആണല്ലോ 5. 3 + 2 ആണ് 5 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 + എന്താണ് 4 ആണ് 9 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഡിഫറൻസ് എന്തായിരിക്കും വരുന്നത് വെച്ചാൽ +6 ആണ് അടുത്ത ഡിഫറൻസ് വരുന്നത്. +6 വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ 9 + 6 എന്ത് വരും? 15 ആണ് വരുന്നത്. 15 വരുന്ന ഇവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പം ആ രീതിയിലാണ്. അപ്പൊ അടുത്ത സീരീസ് എന്ന് പറയുന്നത് 16, 13 ഈ രീതിയിൽ പോകുന്നത്. 16, 13 ഇങ്ങനെ പോകുന്നത് -3 ആണ്. -3യുടെ ഡിഫറൻസിലാണ് ഇവിടെ പോകുന്നത്. ആദ്യം -3 ആണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് 16, 13, 8 വരുമ്പോൾ -5 ആണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് -7 ആണ് അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ -7 ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ എത്ര കിട്ടും? 9 - 7 ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ഡബിൾ സീരീസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. 2 സീരീസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഒരു സീരീസ് എന്ന് പറയുന്നത് 3, 5, 9, 23, -8 ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ്. -8 ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ്. മറ്റേത് 16, 13, 8 ആ രീതിയിൽ പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പൊ -3, -5, -7, -9 ഡിഫറൻസിലാണ് പോകുന്നത്. ഇപ്പൊ 2 ഡിഫറൻസിൽ പോകുന്ന സീരീസുകളാണ് തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 97, 86, 101, 89, 107 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്കും 97 അത് കഴിഞ്ഞിട്ട് 101 97 101. ഇപ്പൊ ഇവിടെ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ +4 ആണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. +4. അത് കഴിഞ്ഞ് നമുക്ക് 101 കഴിഞ്ഞിട്ട് 107
7 ഉണ്ട്. അത് നമുക്ക് എന്താണ് +6 ആണല്ലോ ഡിഫറൻസ് എന്ന് പറയുന്നത്. +6 ആണ് ഡിഫറൻസ്. അപ്പൊ അടുത്തത് എന്തായിരിക്കും ഡിഫറൻസ് വരുന്നത്? 107 കഴിഞ്ഞ അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്ത് നമുക്ക് +8 ആയിരിക്കും വരുന്നത്. +8 ആണ് വരുന്നത്. അപ്പൊ 107 +8 എത്രയാണ്? 115 ആണ് ആൻസർ. 115 ആണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്ത് 117 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അടുത്ത സീരീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആദ്യം 86 89 എന്താണ് +3 ആണ്. അതുപോലെ 89ഉം അടുത്ത ഇത് എത്രയായിരിക്കും എന്ന് പറയുന്നത് +5. രണ്ട് ഡിഫറൻസ് വെച്ചിട്ടാണല്ലോ പോകുന്നത്. +3 +5. അപ്പൊ എത്ര വരും ഇവിടെ നമുക്ക്? 94 വരും. 89ന്റെ കൂടെ +5 ആഡ് ചെയ്യുമ്പോൾ 94 വരും. അപ്പം ആൻസർ ഇവിടെ കിട്ടുന്ന എന്താണ്? 94 115. ഇതും ഒരു രണ്ട് സീരീസുകൾ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിനകത്ത് ഡിഫറൻസ് ഒരു സീരീസിൽ +4 +6 അങ്ങനെ പോകുന്നു, അടുത്തതിൽ +3 +5 ആ ഒരു രീതിയിലുള്ള ഒരു ഇതുമാണ് പോകുന്നത്. അപ്പൊ ഓപ്ഷൻ നമുക്ക് 94 115 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. Which of the following number will replace the question mark in the given series? 69 55 2613 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും 6 9. അപ്പൊ 6 × 9 എത്രയാണ്? 54 ആണ്. 54 + 1 എത്രയാണ്? 55 ആണ്. അതാണല്ലോ രണ്ടാമത് കിട്ടിയേക്കുന്നത്. അടുത്തതോ 2 × 26. 2 × 6 12. 12 + 1 എത്രയാണ്? 13. അടുത്ത സീരീസ് എന്തായിരിക്കും? 1 × 3 + 1. അപ്പൊ എത്ര കിട്ടും? 4 കിട്ടും. ഓപ്ഷൻ ബി ആണ് അടുത്തതായിട്ട് വരുന്നത്. Which of the following series will replace the question mark? അടുത്ത എന്താണ്? 3409 -7 ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്കൂടെ 34097 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 3ഉം 4ഉം തമ്മിൽ എന്താണ്? 1² ആണ് അല്ലെ? 1 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് 4ഉം 0ഉം തമ്മിൽ ഇവിടെ എന്താണ്? -2ന്റെ സ്ക്വയർ എത്രയാണ്? -2ന്റെ സ്ക്വയർ ആണ് അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് 9 ആണ് വന്നിരിക്കുന്നത്. 9 നമുക്ക് ഇവിടെ എന്താണ് വരുന്നത്? 9 എന്ന് പറയുന്നത് +3ന്റെ സ്ക്വയർ ആണ്. +3ന്റെ സ്ക്വയർ. അടുത്തതെന്ന് പറയുമ്പോ ഇപ്പൊ എത്ര നമുക്ക് വരും? -7 എന്ത് വരും? -7 എന്ന് പറയുന്നത് -4ന്റെ സ്ക്വയർ. -7 ഇവിടെ ചെയ്യുന്നത് അതായത് 9ന്റെ കൂടെ 4ന്റെ സ്ക്വയർ. അപ്പൊ 9 -4ന്റെ സ്ക്വയർ. അപ്പൊ 9 - 16 എത്ര കിട്ടും? -7 കിട്ടുന്നുണ്ട്. അടുത്തത് നമുക്ക് പ്ലസ് ആണ് വേണ്ടത്. -7 + 5ന്റെ സ്ക്വയർ എത്ര? -7 + 25 എത്ര കിട്ടും? 18 എന്ന് കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് 3ഉം 4ഉം ഉണ്ടായിരുന്നു. 3ഉം 4ഉം കൂടെ എന്താണ്? 1ന്റെ സ്ക്വയർ 3യോട് കൂടി ആഡ് ചെയ്യുവാണ് ചെയ്തത്. അടുത്തത് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് 2ന്റെ സ്ക്വയർ ഈ 4ന്റെ കൂടെ മൈനസ് ചെയ്യാണ് ചെയ്തത്. മൈനസ് ചെയ്യാണ് 4ന്റെ സ്ക്വയർ മൈനസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 4 - 4 ഇവിടെ 0 കിട്ടും. അടുത്ത ടേം നമ്മൾ എന്താ ചെയ്യുക? 0യുടെ കൂടെ 3ന്റെ സ്ക്വയർ ആഡ് ചെയ്തു. ഇപ്പൊ 9 കിട്ടുന്നു. അടുത്തത് നമ്മള് 9ന്റെ കൂടെ 4ന്റെ സ്ക്വയർ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു? -7 കിട്ടുന്നു. ആ ഒരു പാറ്റേണിലാണ് ഇവിടെ പോകുന്നത്. അപ്പം നമ്മൾ ഇത് 5 ക്വസ്റ്റ്യൻസ് സൊല്യൂഷൻ ആണ് നോക്കിയത്. അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.